ഹായ് ഹലോ, എന്താ വിശേഷങ്ങളൊക്കെ? എല്ലാവരുടെയും സുഖമില്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഓണൊക്കെ വരില്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് കേട്ടോ. എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കറിൽ പരിപ്പ് കഴുകിയിട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തു. നമ്മളത് ഉള്ള പച്ചക്കറികൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളടുത്ത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട് ഇല്ല, ക്യാരറ്റ്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ പൊട്ടാറ്റോ, പിന്നെ നമ്മുടെ മുരിങ്ങക്കായ, ഉള്ളി, അതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലുള്ള പിന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സാമ്പാർ പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത്. 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഏകദേശം കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെണ്ടയ്ക്കും തക്കാളി നമ്മൾ സെപ്പറേറ്റ് എണ്ണയിലിട്ട് വാട്ടാണ് കേട്ടോ. അത് നമ്മൾ ഇതിൽ കുക്കറിലിട്ട് വേവിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളതെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്കും തക്കാളി ഇട്ടിട്ട് നന്നായി വാട്ടി കൊടുക്കുക കേട്ടോ. ഈ വെണ്ടയ്ക്ക അതിലിട്ടാൽ ഒരു വഴുവഴുപ്പ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണയിലിട്ട് വാട്ടിയിട്ടില്ലെങ്കിൽ ഒരു കറിക്കൊരു വഴുവഴുപ്പ് ഉണ്ടാവും. അതാണ് തോന്നുന്നത് കേട്ടോ. അതല്ല ഇനി വേറെ എന്തിനെങ്കിലാണ് ഇത് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവർ പറഞ്ഞു തരാം കേട്ടോ. നമുക്കറിയില്ല. അതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നപ്പോൾ വെന്തിരിക്കണം. 3 വിസിൽ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നന്നായി വെന്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കും തക്കാളി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തു. അതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അതിന് നമ്മൾ വേറെ പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും, പിന്നെ കുറച്ച് വറ്റൽമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടിട്ട്, പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല വറുത്തിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒഴിക്കാം കേട്ടോ. കായപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. കായല്ലാത്ത സാമ്പാറില്ലേ, അപ്പോൾ അതിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ സാമ്പാറായിട്ടാ.